മുഹമ്മദ് മുസ്തഫ. ഇത്രയും പേര് ചെല്ലേണ്ടതുപോലെ ചെല്ലിയാൽ ഇങ്ങനൊന്നുമല്ല. ഇവിടെ ഇങ്ങനെ ഈ തെങ്ങക്ക് കിടന്നിട്ട് ഇങ്ങനെ പിടയ്ക്കും. അങ്ങനെ ചെല്ലണം. റസൂലുള്ളാന്റെ പേര് ചെല്ലല്ലേ, അള്ളാന്റെ ഹബീബിന്റെ പേരിൽ അങ്ങ് ചെല്ലണം. റസൂലുള്ളാനെ ഒന്ന് കൽബിൽ കാണ്. ഹബീബായ നബിയെ കാണാൻ നമുക്ക് പറ്റുന്നില്ല, അള്ളാന്റെ റസൂലിനെ കാണാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഒന്നറിയാലോ, റസൂലുള്ള പ്രകാശം കൊണ്ട് നിർമ്മിതമായ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വമാണെന്നറിയാലോ അല്ലേ? അള്ളാന്റെ റസൂലിനെ കാണാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ഈ ചെറിയ ട്യൂബിലേക്കൊന്ന് നോക്ക്. ഇതിന്റെ ഒരു 10,000 ഇരട്ടി പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഓർത്തു നോക്ക്. ഈ ലോകത്തെ മൊത്തം പ്രകാശവും നാം ഒന്ന് ഓർത്തു നോക്ക്. ലോകത്തെ മൊത്തം സൗന്ദര്യവും നാം ഒന്ന് ഓർത്തു നോക്ക്. ഇതെല്ലാം സമ്മേളിച്ച നമ്മുടെ നായകനെ നാം ഒന്ന് ചിന്തിക്ക്. ആ മഹാനായ പ്രവാചകനോ അള്ളാഹുവിന്റെ ആ ഹബീബിനെ കുറിച്ചുള്ള ചിന്ത പോലും നമ്മളെ രോമാഞ്ചപുളകിതരാക്കേണ്ടതുണ്ട്. കാരണം കുന്തു കൻസം മഖ്ഫിയ, അള്ള പറയാ, ഞാനൊരു മറയ്ക്കപ്പെട്ട നിധിയായിരുന്നു, ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അറിയപ്പെടണമെന്ന് തോന്നിയപ്പോൾ ഞാൻ സൃഷ്ടികളെ സൃഷ്ടിക്കണമെന്ന് ഉദ്ദേശിച്ചു. സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിനൊരു കാരണം വേണം, സൃഷ്ടികൾക്ക് മൊത്തം ഒരു കാരണം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സൃഷ്ടികളുടെ മൊത്തം കാരണമാണ് എന്റെ സ്നേഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണക്കാരൻ, ലോകത്തിന്റെ മൊത്തം സൃഷ്ടിപ്പിന് കാരണക്കാരൻ, ലോകത്തെ ഏറ്റവും സുന്ദരൻ. നമ്മളൊക്കെ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരന്റെ പ്രിയപ്പെട്ടവരാ. നമുക്കെന്തിനാ വേറെ ഹാലിളക്കം? നമുക്കെന്തിനാ വേറെ ഹാലിളക്കം? സൗന്ദര്യത്തെ അള്ളാഹു രണ്ടായിട്ട് ഓഹരിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. അതിൽ ഒരോഹരി മാറ്റിവെച്ചു, മറ്റേ ഓഹരി രണ്ടായിട്ട് പകുത്തു. അതിൽ ഒരു ഭാഗം മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന് കൊടുത്തു. മറ്റേ ഭാഗം യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത സൗന്ദര്യം എത്രയാണോ, ശ്രദ്ധിക്കണേ, സൗന്ദര്യത്തെ സൗന്ദര്യം എന്ന പ്രതിഭാസം എന്താണോ അതിനെ രണ്ടായിട്ട് ഓഹരിച്ചു. ഒരോഹരി അവിടെ മാറ്റിവെച്ചു, മറ്റേ ഓഹരി രണ്ടാക്കി. അതിൽ ഒരോഹരി യൂസുഫ് അലൈഹിസ്സലാമിന് കൊടുത്തു, മറ്റേ ഓഹരി ലോകത്തുള്ള സർവ സൃഷ്ടികൾക്കും കൂടി കൊടുത്തു. എല്ലാവരുടെയും സൗന്ദര്യം ഒരു ചിരട്ടയ്ക്കകത്തെടുത്തിട്ട് മമ്മൂട്ടിയുടെ സൗന്ദര്യം, മോഹൻലാലിന്റെ സൗന്ദര്യം, ജയറാമിന്റെ സൗന്ദര്യം, അമിതാഭ് ബച്ചന്റെ സൗന്ദര്യം, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഉഷാ ഉദുപ്പിന്റെ സൗന്ദര്യം, വാണി വിശ്വനാഥിന്റെ സൗന്ദര്യം, അങ്ങനെ അങ്ങോട്ട് സൗന്ദര്യത്തിന്റെ എല്ലാം കൊടുത്ത് ഡയാന രാജ്ഞിയുടെ സൗന്ദര്യം, ഡയാന രാജകുമാരിയുടെ സൗന്ദര്യം, ക്ലിന്റന്റെ സൗന്ദര്യം, ബോറിസ് എൽസിന്റെ സൗന്ദര്യം, സദ്ദാം ഹുസൈന്റെ സൗന്ദര്യം, മരിച്ചുപോയ രാജീവ് ഗാന്ധിയുടെ സൗന്ദര്യം, പിന്നെ നമ്മുടെ നരസിംഹറാവുവിന്റെ സൗന്ദര്യം, ഇതൊക്കെ ഇങ്ങനെ തൊട്ടങ്ങനെ വെച്ചുകൊടുത്തതാ. തൊട്ടിങ്ങനെ വെച്ചുകൊടുത്ത സൗന്ദര്യമാ. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം സൗന്ദര്യം, ആകാശത്തിന്റെ സൗന്ദര്യം, നക്ഷത്രങ്ങളുടെ സൗന്ദര്യം, ചന്ദ്രന്റെ സൗന്ദര്യം, സൂര്യന്റെ സൗന്ദര്യം, പ്രപഞ്ചത്തിലെ സർവാത്ഭുതങ്ങളുടെയും സൗന്ദര്യമുണ്ടല്ലോ, സൗന്ദര്യം. ആ സൗന്ദര്യങ്ങൾ മൊത്തം കൂടി കൊടുത്തു മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത അത്രയും സൗന്ദര്യമാണ് ലോകത്തുള്ള മറ്റെല്ലാ സൃഷ്ടികൾക്കും കൂടി കൊടുത്തത്. ആ സർവ സൃഷ്ടികൾക്കും കൊടുത്ത സൗന്ദര്യവും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത സൗന്ദര്യവും കൂടാതെയുള്ള മറ്റേ പകുതിയുണ്ടല്ലോ സൗന്ദര്യത്തിന്റെ, ആ മറ്റേ പകുതി മൊത്തവും കൊടുത്തത് ആർക്കാണെന്നറിയുമോ മക്കളെ? മഹാനായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് കൊടുത്തത്. അള്ളാന്റെ ഹബീബിന സൗന്ദര്യത്തിന്റെ പകുതി മൊത്തം കൊടുത്തത്, ബാക്കിയുള്ള പകുതിയാ ലോകത്തിന് മൊത്തം കൊടുത്തത്. അതിൽ നിന്ന് പകുതി ഭാഗം യൂസുഫ് നബിക്ക് കൊടുത്തു, ബാക്കി പ്രപഞ്ചത്തിന്റെ മൊത്തം സൗന്ദര്യമാക്കി. ആ സൗന്ദര്യധാമമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രകാശമാണ്, പ്രകാശമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബിനെ അറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ്.